മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി തഅലീഖായി കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. വഖാല അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശ്രദ്ധേയമായ ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ലൗ വവഅതുമുസ് സംസാമത അലാ ഹാദിഹി വഅശാറ ഇലാ ഖഫാ ثم ظننت اني انفذ كلمه سمعتها من النبي صلى الله عليه وسلم قبل ان تجيزوا علي لانفذتها. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു വാള് എൻ്റെ പെരടിയിൽ വെച്ചിട്ട് ഇപ്പം വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ കഴുത്ത് വെട്ടാൻ നിൽക്കുകയും എന്നിട്ട് ഒരു ഹദീസ് റസൂൽ പറഞ്ഞത് കേട്ടത് പറയാൻ എനിക്ക് ആ സമയത്ത് ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ആ ഹദീസ് പറയുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഒരാൾ കഴുത്തിൽ വാള് വെച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ആയത്തോതാനും ഹദീസ് പറയാനൊക്കെ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടൊരു ഹദീസ് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അത് പറയുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, ജനങ്ങൾക്ക് അവർ നമ്മെ ഉപദ്രവിച്ചാലും നമ്മുടെ കഴുത്തിൽ അവർ വാള് വെച്ചാലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ റഹ്മത്തിന്റെ ഒരു വാക്ക്, റഹ്മത്തിന്റെ ഒരു ഹദീസ്, ഖുർആനിന്റെ ഒരു പ്രകാശം, ഇസ്ലാമിന്റെ ഒരു പ്രകാശം, സുന്നത്തിന്റെ ഒരു പ്രകാശം ഈ ജനങ്ങൾക്ക് നൽകി അവരുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളത് ചെയ്യാൻ തയ്യാറാവണമെന്നാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻ നമുക്ക് മനസ്സിലാക്കി തന്നത്. അതേ കാരണം കൊണ്ട് തന്നെയാണ് മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻ ഒരു ഹദീസിന് വേണ്ടി ഒരു മാസം വഴിദൂരം അദ്ദേഹം സഞ്ചരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹദീസൻ ബലഗനി അൻക അന്നക സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിസാസ് ഫഖശീതു അൻ തമൂത ഔ അൻ അമൂത ഖബ്ല അൻ അസ്മഅഹു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്നൊരു ഹദീസ് താങ്കളുടെ കൈകളിലുണ്ടെന്ന് എനിക്കറിയാം. ആ ഹദീസ് ഏത് വിഷയത്തിലാണെന്നും അറിയാം. അതിന്റെ കൃത്യമായ ലഫ്ള് പഠിക്കാനാണ് ഞാൻ വന്നത്. ഹദീസിന്റെ വിഷയം എനിക്കറിയാം, താങ്കളുടെ അടുക്കലാണ് ഉള്ളതെന്നും അറിയാം. പക്ഷെ അതിന്റെ ലഫ്ള് കറക്റ്റ് എനിക്കറിയണം. അതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു മാസം വഴി ദൂരമുണ്ടായിട്ടും ഞാൻ സഞ്ചരിച്ചത് ആ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാലോ എന്ന് ഞാൻ പേടിച്ചു, അല്ലെങ്കിൽ താങ്കൾ മരിച്ചു പോയാലോ. എന്താണ് ആ ഒരൊറ്റ ഹദീസിന്റെ പ്രത്യേകത? അതിൽ റഹ്മത്തുണ്ട്, അതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഖബറിലും മഹ്ശറിലും സിറാത്തിലും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിലെ ഓരോ ആയത്തുകളിലുമുണ്ട്, പ്രവാചകന്റെ ഓരോ ഹദീസുകളിലുമുണ്ട്. വിവരമില്ലാതെ, വിജ്ഞാനമില്ലാതെ, അറിവില്ലാതെ പ്രവാചകന്റെ ഹദീസുകളെ തള്ളുന്നവരെ മഹാന്മാരായ സഹാബികൾ അങ്ങനെയായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് കേൾക്കാൻ അവർ അങ്ങേയറ്റം തയ്യാറായിരുന്നു.